ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 1 രൂപ പോലും ചിലവില്ലാതെ ക്ലീൻ ചെയ്യുന്ന മോപ്പ്, തറയൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന മോപ്പ് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട നല്ല മൂർച്ചയുള്ള ഒരു കത്രിക വേണം. പിന്നെ ഇതുപോലെ ഒരു സ്റ്റിക്ക്, പഴയ മോപ്പിൻ്റെയൊക്കെ സ്റ്റിക്കാണെങ്കിലും പറ്റും, ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നമുക്കിപ്പോൾ നിലം തുടയ്ക്കാൻ മോപ്പിന് പറ്റിയൊരു സ്റ്റിക്ക് വേണം. ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ഒരു പഴയ ടീഷർട്ട്. ഇപ്പോൾ കുട്ടികളുടെ പഴയ ടീഷർട്ടാണെങ്കിലും പറ്റും, വലിയവരുടേതാണെങ്കിലും പറ്റും. ഞാനിപ്പോൾ എൻ്റെ മോളുടെ ഒരു പഴയ ടീഷർട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയവരുടെ വലിയ ടീഷർട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല കുറച്ച് വലിയ മോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പം മോളുടെ ഒരു ചെറിയ ടീഷർട്ടാണ് എടുത്തേക്കുന്നത്. ഇതുകൊണ്ടിപ്പം എനിക്ക് ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും വാർഡ്രോബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിട്ട് ഈ ടീഷർട്ടിനെ ഒന്ന് മടക്കിയിട്ട് ആ എക്സ്ട്രാ ഉള്ള കൈയുടെ ഭാഗമൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ആവശ്യമുണ്ട്, കളയണ്ട. രണ്ട് സൈഡിലെയും ആ കൈയുടെ ഭാഗം ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എന്നിട്ട് ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, എവിടെയും ഒന്ന് ലെവലാകുന്ന രീതിയിൽ ആ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഒരേ ലെവലാക്കി എടുക്കാം ഈ ടീഷർട്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരേ ലെവലായി. ഇനി നമ്മൾ ഈ നടുഭാഗം മടക്കിയിട്ടുണ്ടല്ലോ, അവിടെ 1 ഇഞ്ച് വീതിയിൽ നമ്മളൊരു ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു മാർക്കറോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മോളുടെ ഒരു ചെറിയൊരു ക്രയോണിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് കട്ട് ചെയ്യാൻ കറക്റ്റ് അളവൊന്നും വേണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് ഈ ഒരു നമ്മുടെ ഈ വിരലിൻ്റെ അളവിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ടീഷർട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു അളവിൽ സൈഡിൽ നിന്ന് ഒരു സൈഡ് തൊട്ട് നമ്മൾ ഇതുപോലെ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നിർത്തണം. ഇത് കണ്ടോ, അതിനാണ് നമ്മളവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് കയറി ഇറങ്ങിയൊക്കെ പോകുമല്ലോ, അത് കാരണം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഈ ടീഷർട്ടിനെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ടൈലറിംഗ് ഒക്കെ പഠിച്ചിരിക്കണം എന്നൊന്നുമില്ല, നമ്മൾ നല്ല വൃത്തിയായിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല. കത്രികയ്ക്ക് കുറച്ച് നല്ല മൂർച്ച ഉണ്ടാവണം. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒത്തിരി നമ്മളിപ്പോൾ നിലം തുടയ്ക്കുന്ന ഒരു മോപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒത്തിരി കറക്റ്റായിട്ട് ഒന്ന് വരണമെന്നൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് ആ ഒരു ഷേപ്പിലങ്ങ് കിട്ടിയാൽ മതി. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. ഇത് കണ്ടോ, ആൾമോസ്റ്റ് തീർന്നു. ഇപ്പോൾ ലാസ്റ്റ് 1-2 പീസും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ നമുക്ക് ഈ അളവിന് ഇതുപോലെ തന്നെ ഇങ്ങേ അറ്റം മുട്ട് അങ്ങേ അറ്റം വരെ ഈ സെയിം അളവിൽ തന്നെ നമുക്കൊന്ന് ഇത് കട്ട് ചെയ്തു. ഞാനിപ്പം കട്ട് ചെയ്ത് കഴിയാറായി. ഇനി സൈഡിലെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അവിടെ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ അത് നമുക്കങ്ങ് മുറിച്ച് കളയാവുന്നതേ ഉള്ളൂ. ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. ഇതിപ്പോൾ കണ്ടു, ഒരു കുഞ്ഞു പിള്ളേരുടെ ഒരു ചെറിയ പാവാട പോലെ ആയിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ ഇപ്പോൾ എന്തെങ്കിലും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിഞ്ഞു വീണ് അതൊന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഒരു ചെറിയ പിള്ളേരുടെ ഒരു പാവാട പോലെ ആയിട്ടുണ്ട് ഇപ്പം. ഇനി നമ്മൾ ഇതിനൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ആ കൈയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിന്ന് 2 വള്ളി നമുക്ക് റെഡിയാക്കണം. അപ്പോൾ സെയിം തുണിയുടെ ആണെങ്കിൽ സെയിം അത്ര മനസ്സിലാകില്ല. അപ്പോൾ അതേ തുണി കൊണ്ട് തന്നെ ആ സൈഡ് ഭാഗം നമുക്കൊരു 2 വള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ 2 വള്ളി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും മതി നമുക്ക് ഒരു മോപ്പ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടീഷർട്ട് ഉണ്ടല്ലോ, ഇനി ഇതിനെ നേരെ ഒന്ന് വിടുത്തിയിടണം. കോട്ടൻ്റെ തുണിയോ പഴയ ഏത് തുണി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ ഈ ടീഷർട്ടിൻ്റെ തുണിയാണെങ്കിൽ നമുക്കിപ്പോൾ മോപ്പൊക്കെ നിലം തുടയ്ക്കാൻ നേരത്തൊക്കെ വെള്ളം നന്നായിട്ട് അതിനെ അബ്സോർവ് ചെയ്യും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ടീഷർട്ട് കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും, ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണല്ലോ. ഇനി ഇതുപോലെ ഈ ടീഷർട്ടിനെ ഒന്ന് വിടുത്തിയിട്ടിട്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് ഒരു ഭാഗത്ത് ഏത് സൈഡിലാണെങ്കിലും പറ്റും. നമുക്ക് ഒരു സൈഡിൽ വെച്ച് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ആ നടുക്ക് ഭാഗത്ത് നമ്മൾ ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 സൈഡിലും ഇപ്പം മോപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കോർണറിൽ വെച്ചിട്ട് ഈ മോപ്പ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണേ, ലൂസാകാൻ പാടില്ല. ഇതുപോലെ 2 കൈയും പിടിച്ച് നല്ല ടൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ലാസ്റ്റ് വന്നു കഴിയുമ്പം ഇതുപോലെ വലിച്ച് നമ്മളൊന്ന് ഒന്ന് ടൈറ്റായിട്ട് ഇത് ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളി കൊണ്ട് ഇവിടെ 2-3 റൗണ്ട് ഒന്ന് ചുറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം.
ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്ന കാരണം ഒരു കാരണവശാലും ഇത് അഴിഞ്ഞു പോകുമൊന്നുമില്ല. നമുക്ക് കുറേ നാൾ ഈ മോപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ മോപ്പ് ഇതെല്ലാം നമ്മളൊന്ന് നേരെ ആക്കിയിട്ട് മേൽഭാഗത്തിന് താഴോട്ട് ഒന്ന് ആക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ. അപ്പം ഓരോരോ ഇതും പിടിച്ചിങ്ങനെ മെല്ലെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ താഴോട്ടൊന്ന് നമ്മൾ ആക്കി കൊടുക്കണം. ഇപ്പം തന്നെ മനസ്സിലായില്ല, നമ്മുടെ ഒരു മോപ്പ് ആൾമോസ്റ്റ് മോപ്പ് പോലെ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ അത് തീർന്നില്ല, ഇനിയും കുറച്ചും കൂടെ പണിയുണ്ട് നമുക്കിതിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം താഴോട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ഈ ടീഷർട്ടിൻ്റെ പീസാണല്ലോ, താഴെ ഇപ്പം നമുക്ക് കുറച്ച് മേലോട്ടും താഴോട്ടൊക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ആ എക്സ്ട്രാ ഇരിക്കുന്ന പീസസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കണ്ടോ, ഇപ്പോൾ എക്സ്ട്രാ ഇങ്ങനെ കുറച്ചൊക്കെ തൂങ്ങിക്കിടക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് യോജിച്ച് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാ പീസും നമ്മൾ ഇതുപോലെ വലിച്ചൊന്ന് നീട്ടണം. അപ്പം നിങ്ങളുടെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മോപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെ, ഇത് ടീഷർട്ടല്ലേ, അപ്പോൾ കട്ട് ചെയ്ത് ഇതാകുമ്പോൾ അത് വേഗം ഇങ്ങനെ നീളത്തിൽ നമുക്കൊരു ഈ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കാലം നമ്മൾ ഇതുപോലെ വലിച്ചൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ നല്ല സ്റ്റൈലും ആയിരിക്കും കാണാനായിട്ട്. പിന്നെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെ ഇടാം. അപ്പോൾ എല്ലാ പീസും നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോപ്പിന് നല്ലൊരു നീളവും കൂടെ കിട്ടും. പിന്നെ കാണാനും ഒരു സ്റ്റൈലായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇതെല്ലാം ഒന്ന് വലിച്ച് ഇതുപോലെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ താഴെ കുറച്ച് നീളം കൂടുതലും മേലെ കുറച്ച് നീളം കുറവുമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സാരമില്ല. ഇനി ഈ ഭാഗത്ത് ഇതെല്ലാം കൂടെ കൂട്ടി ടൈറ്റായിട്ടൊന്ന് പിടിച്ചിട്ട് ഇനി ഒരു വള്ളി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ വള്ളി കൊണ്ട് ഇവിടെ കൂടെ ഒന്ന് ടൈറ്റായിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം. 1 2 ചുറ്റിയിട്ട് കെട്ടുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 2 ചുറ്റി ഇങ്ങനെ ചുറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടണം. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊരിക്കലും നമുക്ക് അഴിഞ്ഞു പോകില്ല. നല്ല ടൈറ്റായിട്ട് എക്സ്ട്രാ ഉള്ള ആ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് കണ്ടോ, നമ്മുടെ മോപ്പ് ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. താഴ്ഭാഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ ലെവലിൽ അധികം എക്സ്ട്രാ ഉള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒരേ ലെവലാക്കാം. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപകാരം ഞാൻ കാണിച്ചു തരാം. ജനലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ചെറിയ ടീഷർട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ജനലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, കൈ എത്താത്ത പൊക്കത്തുള്ളതൊക്കെ. അതുപോലെ തന്നെ നമ്മളുടെ വാർഡ്രോബ്, നമുക്കിപ്പോൾ കൈ എത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് ആ ചുക്കിലിയൊക്കെ എടുക്കാനും ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെര നന്നായിട്ട് നിലം തുടയ്ക്കാനും ഇത് സൂപ്പറാണ്. നന്നായിട്ട് നമുക്ക് നിലമൊക്കെ ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വാർഡ്രോബൊക്കെ ക്ലീൻ ചെയ്യാനും ജനലൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ ഫ്ലോറ് ക്ലീൻ ചെയ്യാനും നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ നേരത്ത് ഈ പൊടിയൊക്കെ അധികം ഉള്ളിടത്തും മാറാല ഒക്കെ എടുക്കാനൊക്കെ നല്ലതാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.